സ്പാർക്ക് ലേണിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ലോട്ടി ഏത് രാജ്യത്തിലെ നാണയമാണ്? പോളണ്ട്. സ്ലോട്ടി ഏത് രാജ്യത്തിലെ നാണയമാണ്? പോളണ്ടിലെ. റാൻഡ് ഏത് രാജ്യത്തിലെ നാണയമാണ്? സൗത്ത് ആഫ്രിക്ക. റാൻഡ് സൗത്ത് ആഫ്രിക്കയിലെ നാണയമാണ്. ഗുൾട്രാം ഏത് രാജ്യത്തിലെ നാണയമാണ്? ഭൂട്ടാൻ. ഭൂട്ടാനിലെ നാണയം ഗുൾട്രാം ആണ്. മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഫോർമാൽഡിഹൈഡ്. മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. രക്തബാങ്കുകളിൽ രക്തം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? സോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? സോഡിയം ബെൻസോയേറ്റ്. ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. വൈദ്യുത ബൾബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്? സോഡ ലൈം ഗ്ലാസ്. വൈദ്യുത ബൾബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് സോഡ ലൈം ഗ്ലാസ്. പ്രിസം, ലെൻസ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. പ്രിസം, ലെൻസ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ ആരംഭിച്ച വർഷവും? തിരുവനന്തപുരം. നെയ്യാർ 1958 ആരംഭിച്ച നെയ്യാറും 1983 ആരംഭിച്ച പേപ്പാറയുമാണ് തിരുവനന്തപുരത്തെ വന്യജീവി സങ്കേതങ്ങൾ. കൊല്ലം. ചെന്തുരുണി 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം ആരംഭിച്ചത്. ഇടുക്കി. പെരിയാർ 1950 പെരിയാർ. ഇടുക്കി 1976. ചിന്നാർ 1984. കുറിഞ്ഞിമല 2006. പെരിയാർ, ഇടുക്കി, ചിന്നാർ, കുറിഞ്ഞിമല എന്നിവ ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങളാണ്. കോഴിക്കോട്. മലബാർ 2010 ആരംഭിച്ച മലബാർ കോഴിക്കോടിലെ വന്യജീവി സങ്കേതമാണ്. വയനാട്. വയനാട് 1973 ആരംഭിച്ച വയനാട് വന്യജീവി സങ്കേതം വയനാട്ടിൽ തന്നെയാണ്. കണ്ണൂർ. ആറളം 1984 ആരംഭിച്ച ആറളവും 2011 ആരംഭിച്ച കൊട്ടിയൂരുമാണ് കണ്ണൂരിലെ വന്യജീവി സങ്കേതങ്ങൾ. കണ്ണൂരിലെ വന്യജീവി സങ്കേതങ്ങൾ ആറളവും കൊട്ടിയൂരുമാണ്. എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതം 1983 ആരംഭിച്ച തട്ടേക്കാട് പക്ഷി സങ്കേതം. 2004 ആരംഭിച്ച മംഗളവനം പക്ഷി സങ്കേതവും എറണാകുളത്താണ്. തട്ടേക്കാടും മംഗളവനവും എറണാകുളത്താണ്. തൃശൂർ. ചിമ്മിണി 1984 ആരംഭിച്ച ചിമ്മിണി. പീച്ചിയിലെ വാഴാനി 1958 ആരംഭിച്ച വാഴാനിയും ചിമ്മിണിയും വാഴാനിയും തൃശൂരിലെ വന്യജീവി സങ്കേതങ്ങളാണ്. പാലക്കാട്. പറമ്പിക്കുളം 1973 ആരംഭിച്ച പറമ്പിക്കുളവും ചൂഴന്നൂറും 2007 ആരംഭിച്ച ചൂഴന്നൂരും പറമ്പിക്കുളവും പാലക്കാടിലെ വന്യജീവി സങ്കേതങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ജീരകമാണ്. ഏറ്റവും കൂടുതൽ ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ജീരകമാണ്.
മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് വൃക്കകളാണ്. അരിക്കൽ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന വൃക്കകൾക്കുള്ളിലായി കാണുന്ന നേരിയ കുഴലുകളെ എന്താണ് പറയുന്നത്? നെഫ്രോൺ എന്നാണ്. അരിക്കൽ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന വൃക്കകൾക്കുള്ളിലായി കാണുന്ന നേരിയ കുഴലുകൾക്ക് പറയുന്ന പേരാണ് നെഫ്രോൺ. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവം വൃക്കകൾ. മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവമാണ് വൃക്കകൾ. പഴശ്ശി മ്യൂസിയം ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ശവകുടീരം എവിടെയാണ്? വയനാട്. വയനാടാണ് പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ജലസംഭരണി എവിടെയാണ്? കണ്ണൂരിലാണ്. പഴശ്ശി ജലസംഭരണി കണ്ണൂരിലാണ്. പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര്? തലയ്ക്കൽ ചന്തു. പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തുവാണ്. പഴശ്ശിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവൻ ആർതർ വെല്ലസ്ലി. പഴശ്ശിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർതർ വെല്ലസ്ലി. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം നെഫ്രറ്റിസ്. വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രറ്റിസ്. ബാഹ് ഏത് രാജ്യത്തിൻ്റെ നാണയമാണ്? തായ്ലൻഡ്. ബാഹത്ത് ഏതു രാജ്യത്തിൻ്റെ നാണയമാണ്? തായ്ലൻഡിൻ്റെ. യെൻ ഏതു രാജ്യത്തിൻ്റെ നാണയമാണ്? ജപ്പാനിലെ. യെൻ ജപ്പാനിലെ നാണയമാണ്. വോൺ ഏതു രാജ്യത്തെ നാണയമാണ്? കൊറിയ. കൊറിയയിലെ നാണയമാണ് വോൺ. ക്രോൺ ഏത് രാജ്യത്തെ നാണയമാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ നാണയമാണ് ക്രോൺ. ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം മഞ്ഞൾ. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ജാതിക്കയാണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ജാതിക്കയാണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവയാണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവയാണ്.